ഇന്നലെയോ ഇന്നോ ഭാഗം 2. യു ആർ കമ്മിങ് ഫ്രം ഹൈദരാബാദ് അല്ലേ? പൊടുന്നനെ ഡോക്ടർ ദർശന ചോദിച്ചു. ഇഷ ഒന്ന് പതറി. എന്തെങ്കിലും സംശയമുണ്ടായിട്ടാണോ ഈ ചോദ്യം? യെസ്, എങ്കിലും അവൾ പറഞ്ഞു. ആന്റിയുടെ വീട്ടിൽ താമസിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ ഏതെങ്കിലും ഓർഫനേജിൽ ഏൽപ്പിച്ച് ഒരു തെളിവും ബാക്കി വെക്കാതെ തിരിച്ചു പോകാൻ വേണ്ടിയാണ് ഈ നാട്ടിലേക്ക് വന്നത്. അതെ. ദെൻ ഐ ക്യാൻ ഹെൽപ്പ് യു, ദർശന പറഞ്ഞു. ഹൗ? ഐ ക്യാൻ ഫൈൻഡ് എ സേഫ് ഷെൽട്ടർ ഫോർ യു. എനിക്ക് പരിചയമുള്ള 2-3 ലേഡീസ് ഷെൽട്ടറുകളുണ്ട്. അവിടെ ശ്രുതിക്ക് താമസിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഡെലിവറിക്ക് 2 മാസം മുമ്പേ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലി വൺ കണ്ടീഷൻ. ഇഷ പെട്ടെന്ന് ജാഗരൂകിയായി. വാട്ട് ഈസ് ഇറ്റ്? കുഞ്ഞിനെ എനിക്ക് തരണം. അവളുടെ മുഖത്തിന് ഒരയവ് വന്നു. ഡോക്ടർക്ക് കുട്ടികളില്ലേ? ഒരു മോളുണ്ട്. അവൾ LKG-യിലാണ്. ഞാൻ പ്രസവിക്കുന്നത് ഒരാൺകുട്ടിയെ അല്ലെങ്കിലോ? ഒരു മകനെ ആവശ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇനി പ്രസവിക്കുന്നില്ല എന്ന് പേടിച്ചോ അല്ല. പിന്നെ ശ്രുതിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല ഏതെങ്കിലും ഓർഫനേജിൽ വളരേണ്ട കുട്ടിയല്ല ശ്രുതിയുടേത് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട്. എനിക്ക് മനസ്സിലായി ഡോക്ടറുടെ ഉദ്ദേശം, ഇഷ പറഞ്ഞു. എന്താണ്? നല്ല വിലയ്ക്ക് എന്റെ കുഞ്ഞിനെ വിൽപ്പന നടത്താം. കുട്ടികളില്ലാത്ത കപ്പിൾസ് ഈ നാട്ടിൽ ധാരാളമുണ്ട്. ദർശന പുഞ്ചിരിച്ചു. സാമ്പത്തികമായി അല്പം ഭേദപ്പെട്ട കുടുംബമാണ് എന്റേത്. പണത്തിന് ഞെരുക്കമില്ല, അത്യാർത്തിയുമില്ല. ശ്രുതിക്ക് ഇപ്പോൾ തന്നെ പോകാം. ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ എഴുതിയിടാം. ദർശന അങ്ങനെ പറയുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ അഭയാർത്ഥി താനാണെന്ന് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഡോക്ടർ അത് സീരിയസ് ആയി എടുത്തോ? ഞാൻ വെറുതെ തമാശ കേട്ടാൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ശ്രുതി പറഞ്ഞത് തമാശയല്ല. കുട്ടികളില്ലാത്ത കപ്പിൾസിന് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ വില വാങ്ങിയിട്ടല്ല. സോറി ഡോക്ടർ, ആലോചനയില്ലാതെ പ്രതികരിക്കുന്ന ഒരു ദുസ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ. അവൾ ക്ഷമാപണത്തോടെ ദർശനയെ നോക്കി. നിഷ്കാമ കർമ്മമാണ് നമ്മൾ ആചരിക്കേണ്ടതെന്നാണ് പൂർവികർ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതെത്രമാത്രം പ്രായോഗികമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശ്രുതിക്ക് ഞാനൊരു ഫേവർ ചെയ്യുന്നു, പകരം ശ്രുതി എനിക്കൊരു ഫേവർ ചെയ്യുന്നു. അത് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. പിന്നെ കടപ്പാടിന്റെ ഹൃദയഭാരം പേറി ജീവിതകാലം മുഴുവൻ നമ്മൾ നടക്കേണ്ടതുമില്ല. അവൾ മെല്ലെ തലകുലുക്കി. ഡോക്ടർ പറയുന്നത് ശരിയാണ്. ഗിവ് ആൻഡ് ടേക്ക്. ഇക്കാലത്ത് കൊടുത്താലേ കിട്ടൂ. അല്ലെങ്കിൽ തന്നെ കൊടുക്കാതെ വാങ്ങുന്നത് സ്വാർത്ഥതയാണ്. ഇനി എന്ത് വേണമെന്ന് ശ്രുതിക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഡോക്ടർ. ഈ ഒരു തീരുമാനവുമായിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ജമുനയുടെ ആന്റിക്ക് പകരം ഡോക്ടർ ദർശന. അത്രയുള്ളൂ വ്യത്യാസം. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് എനിക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ. ബിക്കോസ് യു ആർ എ ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, നാളെ ഇതേ നേരത്ത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എനിക്ക് ചില അറേഞ്ച്മെന്റ്സ് ചെയ്യാനുണ്ട്. ദ മെയിൻ തിങ് ഈസ് യുവർ അക്കോമഡേഷൻ, ദർശന പറഞ്ഞു. യു ആർ റൈറ്റ്. ഹോസ്പിറ്റൽ വാർഡിൽ എനിക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. വേറെ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ്. എത്രയും വേഗം കാര്യങ്ങൾ നീക്കാം. ശ്രുതി വാർഡിലേക്ക് പൊയ്ക്കുള്ളൂ. എനിക്ക് കൺസൾട്ടേഷൻ തുടങ്ങാൻ സമയമായി. താങ്ക് യു ഡോക്ടർ. ഈശ എഴുന്നേറ്റ് കൺസൾട്ടേഷൻ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ദർശന ഉടൻ തന്നെ മൊബൈലെടുത്ത് കൃഷ്ണൻ ഉണ്ണിയെ വിളിച്ചു. എവിടെയാണ്? ഞാൻ ഓഫീസിലാണ്, അയാൾ പറഞ്ഞു. വൈകുന്നേരം എപ്പോൾ വീട്ടിൽ വരും? 6, ഏറിയാൽ 6:30. എന്താ ദർശന? 7 മണിക്ക് ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ഉണ്ണി വീട്ടിലുണ്ടാവണം. ശരി. പതിവ് പോലെ അന്നും 6:30 ആയപ്പോഴേക്ക് ഡോക്ടർ ദർശനയുടെ OP കൺസൾട്ടേഷൻ അവസാനിച്ചു. അപ്പോൾ തന്നെ താഴെ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാറെടുത്ത് അവൾ കൃഷ്ണനുണ്ണിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവൾ വന്നപ്പോൾ ജയസുധ കാസറോളിൽ കൊണ്ടുവന്ന പായസം എല്ലാവർക്കും വിളമ്പുകയാണ്. തൊട്ടടുത്ത വീടായ ശിവഗംഗയിലെ കുട്ടിയാണവൾ. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി. ഡോക്ടർ ആന്റി നല്ല സമയത്താ വന്നത്. ഇതാ പായസം. ഒരു കപ്പ് നിറയെ പായസം പകർന്ന് അവൾ ദർശനയ്ക്ക് കൊടുത്തു. എന്താ ജയ വിശേഷം? ബർത്ത്ഡേ ആന്റി. നിന്റെയോ അതോ സുദീപിന്റെയോ? ചോദ്യം കേട്ട് ജയസുധ കലശലായി ലജ്ജിച്ചു. കൃഷ്ണനുണ്ണിയും സബിതയും മാത്രമല്ല, വിശ്വനാഥ പിള്ളയും സൗദാമിനിയമ്മയും പൊട്ടിച്ചിരിച്ചു. സുദീപിന്റെ പ്രതിശ്രുത വധുവാണ് സുധ. മോതിരം മാറൽ കഴിഞ്ഞിട്ടാണ് സുദീപ് ജപ്പാനിലേക്ക് പോയത്. എന്റെയാ? പെട്ടെന്ന് അവൾ പറഞ്ഞു. എത്രാമത്തെയാ? ആന്റി ഗസ്റ്റ് ചെയ്യൂ. 19? നോ, 20. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. പായസം ഒന്നാം തരമായിരിക്കുന്നു മോളെ. താങ്ക് യു ആന്റി.
സുധയുടെ അച്ഛനും അമ്മയും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ പായസം ഉണ്ടാക്കിയത്. അതാ ചൂടോടെ കിട്ടിയത്, സൗദാമിനിയമ്മ പറഞ്ഞു. ജയസുധയുടെ അച്ഛൻ കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അമ്മ ട്രഷറി ഓഫീസറും. അല്പനേരം സംസാരിച്ചിരുന്നിട്ട് ജയസുധ പോയി. ദർശന എന്താ പിന്നെ പതിവില്ലാതെ ഈ നേരത്ത്? സൗദാമിനിയമ്മ തിരക്കി. സബിതയ്ക്ക് ഒരു മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. വാ, നമുക്ക് മുകളിൽ പോയിരുന്ന് സംസാരിക്കാം. സബിതയെയും കൊണ്ട് അവൾ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ഉണ്ണിയേട്ടൻ പറഞ്ഞായിരുന്നു ദർശന വരുമെന്ന്. ആ കുട്ടി പിന്നെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയോ? സബിതയ്ക്ക് ഉത്കണ്ഠ അടക്കാൻ കഴിഞ്ഞില്ല. ശ്രുതിയെക്കുറിച്ച് സംസാരിക്കാണ് ഞാൻ വന്നത്. ഉണ്ണിയും വേണം. കോണിപ്പടികൾ കയറി ചെല്ലുന്ന തളത്തിലുണ്ടായിരുന്ന കസേരകളിൽ ഒന്നിൽ ദർശനയിരുന്നു. ഉണ്ണിയേട്ടനെ ഞാൻ വിളിച്ചോണ്ട് വരാം. പക്ഷേ സബിതയ്ക്ക് പോകേണ്ടി വന്നില്ല. അതിനു മുമ്പ് കൃഷ്ണനുണ്ണി വന്നു. രണ്ടുപേരും ഇരിക്ക്, ദർശന പറഞ്ഞു. സബിതയെയും കൃഷ്ണനുണ്ണിയെയും അവളുടെ അടുത്ത് അഭിമുഖമായി ഇരുത്തി. അബോർഷൻ നടത്തുന്നതിൽ നിന്ന് അവളെ എനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിച്ച് പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ച് സ്ഥലം വിട്ടോളാം എന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു. കൃഷ്ണനുണ്ണിയും സബിതയും പരസ്പരം നോക്കി. സംശയിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ചത്. അവൾ അക്കാര്യം അറിയുകയേ വേണ്ട. അവൾ ഒരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ല. പക്ഷേ അങ്ങനെ കണ്ണുമടിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രസവം നടന്നു കഴിയുമ്പോൾ അവൾ കുഞ്ഞിനെ പിരിയാൻ തയ്യാറല്ലെങ്കിലോ? അല്ലെങ്കിൽ തന്നെ പിന്നീടൊരിക്കൽ തിരിച്ചു വന്ന് കുഞ്ഞിനാവശ്യപ്പെട്ടാലോ? കൃഷ്ണനുണ്ണി ചോദിച്ചു. ഉണ്ണി, നമ്മൾ ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് സമീപിക്കണം. നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞ് പിന്തിരിയരുത്. കുഞ്ഞിനെ അവൾ തരില്ലെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാതിരിക്കരുത്, ദർശന പറഞ്ഞു. ഉണ്ണിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് ദർശനെ. കുഞ്ഞിനെ വേണ്ട എന്ന് പറയുന്ന പല സ്ത്രീകളും പ്രസവിച്ചു കഴിഞ്ഞ് അതിന്റെ മുഖം കാണുമ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല. കൃഷ്ണനുണ്ണിയെ സബിത പിന്തുണച്ചു. അതൊക്കെ സിനിമയിലും സീരിയലിലും മാത്രമേ സംഭവിക്കൂ. അമ്മ തൊട്ടിലുകളിൽ ധാരാളം കുട്ടികളെ കിട്ടാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി അവളെ കൊണ്ട് ഒപ്പിടുവിക്കണം. എന്നിട്ട് മതി ദർശന അവളുടെ ഡെലിവറി ഏറ്റെടുക്കാൻ. കൃഷ്ണനുണ്ണി ഒരു നിബന്ധന വെച്ചു. അതെ, പ്രസവം നടക്കുന്നതുവരെയുള്ള സകല ചെലവുകളും നമ്മളായിരിക്കും വഹിക്കുന്നത്. എങ്കിലേ നമുക്ക് കുട്ടിയെ കിട്ടാനുള്ള അവകാശമുണ്ടാവൂ, സബിത പറഞ്ഞു. അതൊക്കെ ചെയ്യാൻ അവൾ തയ്യാറാകും. ഞാൻ സമ്മതിപ്പിച്ചോളാം. അവൾ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ്. സ്വന്തം സുഖവും നിലനിൽപ്പുമാണ് അവൾക്ക് പ്രധാനം. അവളെ താമസിപ്പിക്കാൻ പറ്റിയ ഒരിടം കണ്ടുപിടിക്കണം. അതാണിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം. അവർ 3 പേരും തല പുകഞ്ഞാലോചിച്ചു. എന്റെ സ്കൂളിലെ ജ്യോതിയും സൗമ്യയും താമസിക്കുന്നത് സോഫിയ ഹോസ്റ്റലിലാണ്. അവിടെ റൂമുണ്ടോന്ന് നാളെ ഞാൻ ചോദിക്കാം, സബിത പറഞ്ഞു. YWCAയിലാണ് എന്റെ ഓഫീസിലെ നിർമ്മല ചെറിയാൻ. ഞാനൊന്ന് ട്രൈ ചെയ്യാം, കൃഷ്ണനുണ്ണി ഏറ്റു. സെന്റ് ജോസഫ്സ് കോൺവെന്റിലെ സിസ്റ്റർ സിസിലി എന്റെ പ്രഷ്യന്റാ. ഞാൻ സിസ്റ്റർ ഒന്ന് വിളിച്ചു ചോദിക്കാം, ദർശന പറഞ്ഞു. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടു, ദർശന ഓർമ്മിച്ചു. എന്താണ്? കൃഷ്ണനുണ്ണി ചോദിച്ചു. നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ചെങ്കിലും നിങ്ങൾ രണ്ടുപേരും മെന്റലി പ്രിപ്പയർഡ് ആണോ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ? സബിത തലതിരിച്ച് കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കി. എനിക്ക് വിരോധമൊന്നുമില്ല, അയാൾ സമ്മതമറിയിച്ചു. ഞാൻ തയ്യാറാണ്, സബിതയും പറഞ്ഞു. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ടാണ്. അറിയാം ദർശന, വി ആർ പ്രിപ്പയർഡ്. അച്ഛനും അമ്മയും അവരുടെ പെർമിഷനും പ്രധാനമല്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, സബിത പറഞ്ഞു. ദർശന തിരിച്ചു പോയപ്പോൾ വിശ്വനാഥ പിള്ളയും സൗദാമിനിയമ്മയും ഒന്നും അറിയാതെ ടിവിയുടെ മുന്നിലായിരുന്നു. പിറ്റേന്ന് രാത്രി 8 മണിയായപ്പോൾ ജമുനയെ ഇഷ വിളിച്ചു. ആ നേരത്തെ ജമുന ജോലി തിരക്കുകളിൽ നിന്ന് വിമുക്തയാകൂ എന്ന് അവൾക്കറിയാമായിരുന്നു. എന്തായി കാര്യങ്ങൾ? ജമുന ചോദിച്ചു. നാളെ രാവിലെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും, ഇഷ പറഞ്ഞു. എന്നിട്ട്? ഇവിടെ ഒരു സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഉണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലാണ്. അവിടേക്ക് താമസത്തിന് പോകുന്നു. സാരമില്ല, നിർമ്മലാൻറ്റിയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നതിന് പകരം നീ സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഹോസ്റ്റലിൽ താമസിക്കുന്നു. ആ വ്യത്യാസമേയുള്ളൂ. അല്ല, കുഞ്ഞിനെ ഏറ്റെടുക്കാനും എന്റെ സകല ചിലവുകളും വഹിക്കാനും ഡോക്ടർ തയ്യാറാണ്. അതിന്റെ പിന്നിലെന്തോ തക്കതായ കാരണമുണ്ട്, ജമുന സംശയിച്ചു. ഉണ്ട് ജമുന, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ആ കൃഷ്ണനുണ്ണിയും സവിതയുമില്ലേ, അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 5 വർഷത്തിലേറെയായി. പക്ഷേ കുട്ടികളില്ല. അവരുടെ ബന്ധുവാണ് ഈ ഡോക്ടർ. അവർക്ക് വേണ്ടിയാണ് ഡോക്ടർ ഇങ്ങനെയൊരു പ്രപ്പോസൽ വെച്ചത്. എനിക്കത് ഊഹിക്കാൻ കഴിയും. ഹോസ്റ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്തത് അവരാകാനാണ് സാധ്യത. എനിക്കും അങ്ങനെ തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു,
എന്റെ ചെലവ് ഞാൻ തന്നെ മീറ്റ് ചെയ്തോളാമെന്ന്. എന്റെ അഭിമാനം വേറൊരാളുടെ മുമ്പിൽ അടിയറവ് വെക്കാൻ ഞാൻ തയ്യാറല്ല. ഇഷ പറഞ്ഞു. നിന്റെ ഡിസിഷനാണ് ശരി, അല്ലെങ്കിൽ അതൊരു ബിസിനസ് അഡ്ജസ്റ്റ്മെന്റ് പോലെയാകും. വേറൊരു രസം കൂടി ഉണ്ടായി. പ്രസവം കഴിഞ്ഞാലുടൻ കുഞ്ഞിനെ ഡോക്ടർക്ക് കൊടുക്കാമെന്നും പിന്നീട് ഒരവകാശവാദവും ഉന്നയിക്കില്ലെന്നും ബോണ്ട് പേപ്പറിൽ ഞാനൊരു എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. കുഞ്ഞിനെ കൊടുക്കാം, ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ മേക്കിംഗ് സച്ച് എൻ എഗ്രിമെന്റ്, ഇഷ പറഞ്ഞു. അപ്പോൾ സംഭവബഹുലമാണല്ലോ നിന്റെ ജീവിതം. യെസ്, എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല ജമുന. എന്തായാലും നനഞ്ഞിറങ്ങിയില്ലേ, കുളിച്ചു കയറുക തന്നെ. ഡോണ്ട് വറി, എല്ലാം നീ പ്ലാൻ ചെയ്തതുപോലെ നടക്കും. ജമുനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ആശ്വാസം കിട്ടി. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കും. ഇവിടെ 7-8 മാസത്തെ അജ്ഞാതവാസം. അപ്പോഴേക്കും ന്യൂസിലൻഡിൽ നിന്നുള്ള വിസ വരും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കയാത്രയില്ല. ഇതുവരെയുള്ള ജീവിതം ഒരു ക്ലിക്ക് കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയും. ഡബിൾ ഷുവർട്ടിക്ക് വേണ്ടി റീസൈക്കിൾ ബിൻ തുറന്ന് എന്നേക്കുമായി അവിടുന്ന് ഡിലീറ്റ് ചെയ്യും. ആലോചിച്ച് കിടന്ന് ഇഷ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ഉണർന്നെഴുന്നേറ്റ് അവളെല്ലാം പാക്ക് ചെയ്തു. ഡോക്ടർ ദർശന വന്നു കഴിഞ്ഞാൽ അവളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോഴേക്ക് അവളെ സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ കൃഷ്ണനുണ്ണിയും സബിതയും കാറുമായെത്തും. അവൾ കാത്തിരുന്നു. 11 മണിയായപ്പോൾ വാതിലിൽ ആരോ മുട്ടി. അവൾ ചെന്ന് വാതിൽ തുറന്നു. കൃഷ്ണനുണ്ണിയും സബിതയും. ഗുഡ് മോർണിംഗ് ശ്രുതി, പുഞ്ചിരിയോടെ സബിത പറഞ്ഞു. ഗുഡ് മോർണിംഗ്, അകത്തേക്ക് വരൂ, അവൾ ക്ഷണിച്ചു. ഇനി സമയം കളയണ്ട, ശ്രുതി റെഡിയാണെങ്കിൽ നമുക്ക് പോകാം. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞു, കൃഷ്ണനുണ്ണി അറിയിച്ചു. പക്ഷേ ബില്ല് കിട്ടിയില്ല. അതെല്ലാം ദർശന മാനേജ് ചെയ്തിട്ടുണ്ട്. നോ, അത് ശരിയാവില്ല. പേയ്മെന്റ് ഞാൻ തന്നെ നടത്തും, അല്ലാതെ ഞാൻ വരില്ല, വാശി പോലെ അവൾ പറഞ്ഞു. നിസ്സഹായതയോടെ കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്ക് സബിത നോക്കി. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി നിന്ന് അയാൾ ദർശനയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ അവളെ വിളിക്കാം. ഉടൻ തന്നെ ഇഷയ്ക്ക് ദർശനയുടെ കോള് വന്നു. ശ്രുതി, പിടിവാശി നന്നല്ല, ബില്ല് എന്റെ കയ്യിലുണ്ട്. ഇനി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ നിനക്കിവിടെ വരേണ്ടി വരും. ആ സമയത്ത് ഒന്നിച്ച് പേയ്മെന്റ് നടത്തിയാൽ മതി. എന്താ? ഡോക്ടർ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. ഐ ക്യാൻ അഫോർഡ് ഓൾ മൈ എക്സ്പെൻസസ്. ഓക്കെ, ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. അവർ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ആശങ്കയോടെ നിന്ന് കൃഷ്ണനുണ്ണിയെയും സബിതയും നോക്കി അവൾ പുഞ്ചിരിച്ചു. അതോടെ അവർക്ക് സമാധാനമായി. എങ്കിൽ നമുക്ക് പോകാം. അവളുടെ സൂട്ട് കേസ് കൃഷ്ണനുണ്ണിയാണ് എടുത്തത്. എയർ ബാഗിന് വേണ്ടി സബിത കൈനീട്ടിയെങ്കിലും അവൾ കൊടുത്തില്ല. ഓടുന്ന കാറിലിരുന്ന് ഈശ കൗതുകത്തോടെ പട്ടണത്തിലെ കാഴ്ചകൾ കണ്ടു. ഇനി കുറെ നാൾ ഈ ടൗണിലാണ് താമസം. സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, റെസ്റ്റോറന്റുകൾ എല്ലാം പരിചയമാക്കി വെക്കണം. പൊക്കമുള്ള മതിലും ഇരുമ്പുകേറ്റും കടന്ന് ഓടുമേഞ്ഞ പുരാതനമായ ഒരു കൂറ്റൻ ഇരുനില കെട്ടിടത്തിന്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. മുറ്റത്ത് പടർന്നു പന്തലിച്ച മാവിന്റെ കുളിർമ. ഇറങ്ങിക്കോളൂ, സബിത പറഞ്ഞു. ബാക്ക് സീറ്റിലായിരുന്നു ഈശ. ബാഗും സൂട്ട് കേസും വണ്ടിയിൽ നിന്നെടുക്കാൻ കൃഷ്ണനുണ്ണി സഹായിച്ചു. പടികൾ കയറി ചെല്ലുന്നത് മിനുസമുള്ള തറയോട് പാകിയ വരാന്തയിലേക്കാണ്. വരാന്തയുടെ ഇരുവശത്തും ഓരോരോ മുറികൾ. ഒന്ന് ഓഫീസ്, മറ്റേത് സന്ദർശകർക്കുള്ള പാർലർ. ഓഫീസിൽ സിസ്റ്റർ സിസിലി ഉണ്ടായിരുന്നു. വെള്ളി ഫ്രെയിമുള്ള കണ്ണട ധരിച്ച വെളുത്തു തടിച്ച ഒരു മധ്യവയസ്ക. ഡോക്ടർ ദർശന പറഞ്ഞ കുട്ടിയാണ്. കൃഷ്ണനുണ്ണി പരിചയപ്പെടുത്തി. ശ്രുതി അരവിന്ദ് അല്ലേ? ഡോക്ടർ പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒഴിയാൻ പറ്റത്തില്ല. ഒരു ബെഡ് ഒഴിവുണ്ട്. തൽക്കാലം വേറൊരു കുട്ടിയുമായി റൂം ഷെയർ ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടില്ലല്ലോ? ഇഷയെ നോക്കി സിസ്റ്റർ ചോദിച്ചു. ബുദ്ധിമുട്ടില്ല, തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജേർണലിസം സ്റ്റുഡന്റാണ് ജസ്മി. 2 മാസം കഴിഞ്ഞാൽ കോഴ്സ് തീർത്ത് അവൾ പോകും. വേണമെങ്കിൽ ശ്രുതിക്ക് അവിടെ തനിച്ച് താമസിക്കാം. താങ്ക് യു സിസ്റ്റർ. അലമാരയിൽ നിന്ന് അഡ്മിഷനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം എടുത്ത് സിസ്റ്റർ അവൾക്ക് കൊടുത്തു. ഇത് ഫില്ല് ചെയ്ത് തരൂ. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പേനയെടുത്ത് കൃഷ്ണനുണ്ണി അവൾക്ക് കൊടുത്തു. മേശപ്പുറത്ത് വെച്ച് അവൾ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ തുടങ്ങി. പേരിന് നിരെ ഇഷ എന്നെഴുതാനാണ് പേന തുടിഞ്ഞത്. പക്ഷേ പെട്ടെന്ന് അവൾ ശ്രുതി അരവിന്ദ് എന്നെഴുതി. വയസ്സ് 23. മേൽവിലാസം വോട്ടേഴ്സ് ID കാർഡിലെ പഴയ വീടിൻ്റേതെഴുതി. അടുത്ത കോളം കണ്ട് അവളൊന്ന് പകച്ചു. വിവാഹിത, അവിവാഹിത. സബിത അവളുടെ കയ്യിലൊന്ന് തൊട്ടു. അതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. പ്രസവം വരെ ഇവിടെ താമസിക്കാനുള്ളതാണ്. വിവാഹിത എന്നവൾ എഴുതി. അടുത്ത കോളം ഭർത്താവിന്റെ പേര്.
രക്ഷാകർത്താവിന്റെ പേര്. ഗാർഡിയനായി എന്റെ പേര് വെച്ചാൽ മതി. കൃഷ്ണനുണ്ണി അവളുടെ സഹായത്തിനെത്തി. വീട്ടുമേൽവിലാസവും അയാൾ പറഞ്ഞുകൊടുത്തു. ഒടുവിൽ ശ്രുതി എന്നൊപ്പിട്ട് ആപ്ലിക്കേഷൻ അവർ സിസ്റ്റർക്ക് കൊടുത്തു. സിസ്റ്റർ അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് അവൾക്ക് തിരിച്ചു കൊടുത്തു. മാരീഡ് അല്ലേ, ഹസ്ബൻഡിന്റെ പേരെഴുതണം. മരവിച്ച് ഇഷയിരുന്നു. പേന തുറന്നു പിടിച്ച് ഒന്നും എഴുതാനാവാത്ത ഇഷയുടെ മാനസികാവസ്ഥ കൃഷ്ണനുണ്ണിക്ക് മനസ്സിലായി. ഒരു പ്രോബ്ലം ഉണ്ട് സിസ്റ്റർ, അയാൾ പറഞ്ഞു. സിസ്റ്റർ സിസിലി ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ശ്രുതി ഹസ്ബൻഡുമായി പിരിഞ്ഞതാണ്. അയാൾ ഒരു നുണ പറഞ്ഞ് അവളുടെ സഹായത്തിനെത്തി. യു മീൻ ലീഗലി? ഇല്ല, പക്ഷെ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓ, സിസ്റ്റർ സഹതാപത്തോടെ അവളെ ഒന്ന് നോക്കി. ലോക്കൽ ഗാർഡിയനായി ഞാനുണ്ടല്ലോ, അതുപോരെ? മതി. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ ദർശന റെക്കമെൻഡ് ചെയ്ത ആളല്ലേ. സിസ്റ്റർ ആപ്ലിക്കേഷൻ തിരികെ. ഇഷ നന്ദിപൂർവ്വം കൃഷ്ണനുണ്ണിയെ ഒന്ന് നോക്കി. സവിത നിശബ്ദയായിരുന്നതേയുള്ളൂ. ഒരു തടിച്ച രജിസ്റ്റർ ബുക്കിൽ ആപ്ലിക്കേഷൻ ഫോമിലെ വിവരങ്ങൾ സിസ്റ്റർ എഴുതി വെച്ചു. എന്നിട്ട് അവളെ കൊണ്ടതിൽ ഒപ്പിടിവിച്ചു. കോഷൻ ഡെപ്പോസിറ്റും 1 മാസത്തെ അഡ്വാൻസ് ഹോസ്റ്റൽ ഫീസും ഇഷയാണ് കൊടുത്തത്. മേഴ്സി, സിസ്റ്റർ നീട്ടി വിളിച്ചു. ചുരിദാർ ധരിച്ച വെളുത്തു മെലിഞ്ഞ ഒരു 20-കാരി ഉടൻ വന്നു. പുതിയ അഡ്മിഷനാ, ജസ്മിയുടെ റൂം കാണിച്ചു കൊടുക്ക്, സിസ്റ്റർ അവളോട് പറഞ്ഞു. ഇഷയെ നോക്കി സ്വാഗതം ചെയ്യുന്ന മട്ടിൽ മേഴ്സി ഒന്ന് പുഞ്ചിരിച്ചു. താങ്ക് യു സിസ്റ്റർ, എഴുന്നേൽക്കുമ്പോൾ കൃഷ്ണനുണ്ണി പറഞ്ഞു. സിസ്റ്റർ സിസിലി പുഞ്ചിരിയോടെ തലകുലുക്കി. അവർ ഓഫീസ് മുറിയിൽ നിന്നിറങ്ങി. കാറിൽ നിന്ന് ബാഗും സൂട്ട്കേസും എടുത്തുകൊണ്ട് കൃഷ്ണനുണ്ണി വരാന്തയിൽ വെച്ചു. മുകളിലാ മുറി, മേഴ്സി പറഞ്ഞു. കൃഷ്ണനുണ്ണി വീണ്ടും സൂട്ട്കേസ് എടുത്തു. ആണുങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, മേഴ്സി പറഞ്ഞു. ഞാനും കൂടെ പോകാം. സബിത തയ്യാറായി. ഇഷ ഭാരമുള്ള സൂട്ട്കേസ് എടുത്തു. വേണ്ട, ഈ സമയത്ത്. സബിത അവളെ തടഞ്ഞു. ഏയ്, അതിനുള്ള സമയമൊന്നുമായിട്ടില്ല. മിനുസപ്പെടുത്തിയ തറയോടുകൾ പാകിയ വരാന്തയിലേക്കാണ് അവർ കയറി ചെന്നത്. അവിടെ നിന്ന് ഇടത്തേക്കും വലത്തേക്കും ഇടനാഴികൾ. ഇടനാഴികൾക്ക് ഇരുവശത്തും മുറികൾ. ചില്ലുകൾ പതിച്ച വെന്റിലേറ്ററുകളുള്ള മരവാതിലുകളായിരുന്നു മുറികൾക്ക്. ഇടതുവശത്തെ ഇടനാഴിയിലേക്ക് ഇടതുവശത്തുള്ള 3ാമത്തെ വാതിലിന് മുന്നിൽ മേഴ്സി നിന്നു. പിന്നെ ഇരുമ്പു താക്കോൽ ഉപയോഗിച്ച് പൂട്ടു തുറന്നു. ഇതാ മുറി. വാതിൽ തുറന്ന് അവൾ പറഞ്ഞു. അവർ അകത്തേക്ക് കയറി. പ്രതീക്ഷിച്ചതിലും വലിയ മുറിയായിരുന്നു അത്. ചില്ലിട്ട 3 പാളി ജനാല, അധികം വീതിയില്ലാത്ത 2 കട്ടിലുകൾ. ഒരു കിടക്കയിൽ മെത്തയുണ്ട്. ഒരു മേശപ്പുറത്ത് പുസ്തകങ്ങൾ, ഒരലമാര നിറയെ വസ്ത്രങ്ങൾ. ജസ്മി ചേച്ചിയുടെയാ, മേഴ്സി അറിയിച്ചു. ബാത്റൂം? ഇഷ ചോദിച്ചു. പ്രത്യേകമില്ല, 2 അറ്റത്തും 2 വീതമുണ്ട്. മെത്ത വാങ്ങണം, തലയിണയും ഷീറ്റും. കൃഷ്ണനുണ്ണിയെ ഇനിയും ശല്യപ്പെടുത്തുന്നതെങ്ങനെ? സഹായത്തിന് വിളിച്ചാൽ മേഴ്സിയെ സിസ്റ്റർ സിസിലി വിടുമോ? ഷോപ്പിംഗ് വല്ലതും നടത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ടൗണിലേക്ക് പോകാം. ഉച്ചവരെ ഉണ്ണിയേട്ടൻ ഫ്രീ ആണ്, സബിത പറഞ്ഞു. അത് സാരമില്ല, ഞാൻ. മടിയോടെ ഇഷ അവളെ നോക്കി. പരിചയമില്ലാത്ത ടൗണല്ലേ, എവിടെ എന്തൊക്കെ കിട്ടുമെന്ന് ശ്രുതിക്കറിയില്ലല്ലോ. പക്ഷേ ഒരു പക്ഷേയുമില്ല, നമുക്ക് പോയിട്ട് വരാം. പിന്നെ അവൾ മടിച്ചില്ല. അവർ വീണ്ടും ടൗണിലോട്ട് പോയി. 1 മണിക്കൂർ ഷോപ്പിംഗ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി അവർ തിരിച്ച് കോൺവെന്റിലെത്തി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, ഒരു മടിയും വേണ്ട. മടങ്ങിപ്പോകും മുമ്പ് സബിത അവളോട് പറഞ്ഞു. ഇഷ തലകുലുക്കി. താങ്ക്സ് എലോട്ട്, അവൾ കൃഷ്ണനുണ്ണിയെ നോക്കി മന്ത്രിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൾ മുകളിൽ ചെന്ന് 17-ാം നമ്പർ മുറിയുടെ പകുതി സ്വന്തമാക്കി. ബെഡിൽ മെത്തയും ഷീറ്റും വിരിച്ചു. അലമാരയിൽ വസ്ത്രങ്ങൾ അടുക്കി വെച്ചു. മേശപ്പുറത്ത് വാങ്ങിക്കൊണ്ടുവന്ന പ്ലേറ്റും ഗ്ലാസും ഫ്ലാസ്കും വെച്ചു. എന്നിട്ട് അവൾ കിടക്കയിലിരുന്നു. ഇനി റൂംമേറ്റ് ജസ്മി വന്ന് പരിചയപ്പെടലും കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. വാച്ചിൽ നോക്കിയപ്പോൾ സമയം 12. ഈ നേരത്ത് ജമിനയെ വിളിച്ചിട്ട് കാര്യമില്ല. ഒരു മിസ്ഡ് കോൾ കൊടുത്തു. ഫ്രീ ആകുമ്പോൾ അവൾ വിളിക്കട്ടെ, പുതിയ താവളത്തെക്കുറിച്ച് പറയണം. അല്പനേരം കഴിഞ്ഞപ്പോൾ മേഴ്സി വന്ന് അവളെ താഴെ മെസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഊണിന് കാബേജ് തോരനും മീൻകറിയും മോര് കാച്ചിയതും അച്ചാറും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ തന്നെ കഴുകി സൂക്ഷിച്ചു. 4:30 മുതൽ 5:30 വരെയാണ് ചായയുടെ സമയം. പോരുമ്പോൾ മേഴ്സി പറഞ്ഞു. ഇഷ വന്ന് കിടന്ന് ഒന്ന് മയങ്ങി. റൂമിലേക്ക് ആരോ വന്നു എന്ന് മനസ്സിലാക്കിയാണ് അവൾ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ അല്പം ഒന്ന് തടിച്ച നല്ല വെളുത്ത നിറമുള്ള ഒരു പെണ്ണ് നിൽക്കുന്നു. ചുരിദാറാണ് വേഷം. ചുമലിൽ കോളേജ് ബാഗ്. ജസ്മി ആവണമെന്ന് അവൾ ഊഹിച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. മെസ് ഹാളിൽ വന്നപ്പോൾ അറിഞ്ഞു എനിക്കൊരു പുതിയ റൂംമേറ്റ് വന്നിട്ടുണ്ടെന്ന്. ജോസ്മി പറഞ്ഞു. ഐ ആം ശ്രുതി.
ബാഗ് മടിയിൽ വെച്ച് ജസ്മി അവളുടെ കിടക്കയിലിരുന്നു. ചേച്ചി എവിടാ വർക്ക് ചെയ്യുന്നേ? അതൊരു കുഴപ്പം പിടിച്ച ചോദ്യമായിരുന്നു. എന്തു പറയും? ഒരു പണിയുമില്ലാതെ ഇവിടെ കുറേ മാസം ഉണ്ടുറങ്ങി കഴിയേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ ഹൈദരാബാദിലാ വർക്ക് ചെയ്യുന്നേ. ഇവിടെ ഒരു അസൈൻമെന്റ് കിട്ടി. ഇനി കുറേ നാൾ ഇവിടെ ഉണ്ടാകും, ഇഷ പറഞ്ഞു. ഏത് ഓഫീസിലാ? ഒരു സോഫ്റ്റ്വെയർ കമ്പനി. ജസ്മി ജേർണലിസം സ്റ്റുഡൻ്റ് ആണെന്ന് അറിഞ്ഞു. അതെ, 2 more months. അത് കഴിഞ്ഞാൽ പുനലൂർക്ക് വെച്ചടിക്കും. പുനലൂരാണോ ജസ്മിയുടെ വീട്? ഇഷ വെറുതെ ചോദിച്ചു. അതെ, പപ്പ അവിടെ പ്രാക്ടീസ് ചെയ്യുക. കേട്ടിട്ടുണ്ടോ? അഡ്വക്കേറ്റ് KV തോമസ് തോലക്കാട്. ഇത്തിരി പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. മമ്മി ടീച്ചറാ, മാത്തമാറ്റിക്സ്. അതുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ ഉണ്ട്. എബി കോയമ്പത്തൂരിൽ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിക്കുക. ഇത് 4th സെമസ്റ്റർ. സംസാരപ്രിയയാണ് ജസ്മി എന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ചോദിക്കാതെ തന്നെ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മിണ്ടിക്കൊണ്ടിരിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്നത് പോലെ. ജസ്മിയോടൊപ്പമാണ് അവൾ സപ്പർ കഴിക്കാൻ പോയത്. 30ഓളം അന്തേവാസികളുണ്ട് അവിടെയെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അത്താഴം കഴിഞ്ഞിട്ട് വന്നും അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു. MAക്ക് സോഷ്യോളജിയായിരുന്നു സബ്ജക്റ്റ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഫസ്റ്റ് ക്ലാസ് ഒപ്പിച്ചു. ഇനി എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ ചിന്ത. വീട്ടുകാർക്ക് എന്നെ കെട്ടിച്ചു വിടാനായിരുന്നു ഇഷ്ടം. എനിക്കാണേ കുറച്ചുനാൾ കൂടി ഫ്രീ ആയിട്ട് നടക്കാനായിരുന്നു ആഗ്രഹം. ആ സമയത്താ അരുണങ്ങൾ സഹായത്തിനെത്തിയേ. ജസ്മി ഒന്ന് പുഞ്ചിരിച്ചു. കോളേജ് മാഗസിനിൽ ഞാൻ കഥയും ലേഖനവും ഒക്കെ എഴുതിയത് അങ്കിൾ കണ്ടിട്ടുണ്ട്. നിനക്ക് ജേർണലിസം പഠിക്കരുതോ മോളെ എന്ന് അങ്കിൾ ചോദിച്ചു. എനിക്കതിഷ്ടപ്പെട്ടു. കോഴ്സിന് അപ്ലൈ ചെയ്തു. കിട്ടി. ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് 1 മാസം സ്വസ്ഥമായി ഉറങ്ങിയിട്ട് ഒരു പത്രത്തിൽ ട്രെയിനിയായി പോകും. അരുണങ്കളിന് സ്തുതി. ആരാ ഈ അരുണങ്കൾ? ഇഷ ചോദിച്ചു. മമ്മിയുടെ ഏറ്റവും ഇളയ ആങ്ങളെയാ, അരുൺ തോമസ്. ഇവിടെ ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്സിലെ ചീഫ് ആർക്കിടെക്റ്റാ. സൺഡേ എന്നെ കാണാൻ ഇവിടെ വരും. ചേച്ചിക്ക് പരിചയപ്പെടുത്തി തരാം. അരുൺ തോമസ്, ഡ്രീം ഹൗസ് അപ്പാർട്ട്മെന്റ്, കളത്തിപ്പടി. ഇഷ ഞെട്ടി. ജസ്മിയെ കാണാൻ സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഹോസ്റ്റലിലേക്ക് അടുത്ത ഞായറാഴ്ച അവളുടെ അങ്കിൾ അരുൺ തോമസ് വരും. പുതിയ റൂംമേറ്റിനെ അവൾ അയാൾക്ക് പരിചയപ്പെടുത്തും. മീറ്റ് മൈ ന്യൂ റൂംമേറ്റ്, ശ്രുതി ചേച്ചി. ചേച്ചി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ജസ്മിയുടെ ചോദ്യം കേട്ട് അവൾ പകച്ചു നോക്കി. നത്തിങ്. ജസ്മിയുടെ അരുണങ്കൾ മാരീഡാണോ? അവൾ വെറുതെ ചോദിച്ചു. അല്ല. ഇനി പുള്ളിക്കാരൻ കെട്ടുമോന്ന് തന്നെ അറിയത്തില്ല. വീട്ടുകാർക്കൊക്കെ അതിൽ വലിയ വിഷമമുണ്ട്. അതെന്താ? അങ്കിളിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാ. 2 പേരും അത് പരമരഹസ്യമായി കൊണ്ടു നടന്നു. കാരണമുണ്ട്. സിനിമാ കഥ പോലെയായിരുന്നു സംഭവം. അങ്കിളിന്റെ പപ്പായുടെ ശത്രുവിന്റെ മോളെയാ പ്രേമിച്ച്. ഒരു ദിവസം സംഗതി ഫ്ലാഷായി. ഭീഷണിയും തല്ലുലു, വീട്ടിൽ പൂട്ടിയിടലു. പക്ഷേ കക്ഷി വേറെ കെട്ടിന് സമ്മതിച്ചില്ല. ഒടുവിൽ പുള്ളിക്കാരി മഠത്തിൽ ചേർന്ന് കുപ്പായമിട്ടു. ഇപ്പം ഛത്തീസ്ഗഡിലെ ഒരു വില്ലേജിൽ ആതുര സേവനത്തിന് സഭയിൽ നിന്ന് വിട്ടേക്കുക. ഓരോരുത്തരുടെയും ജീവിതം ഓരോ തരത്തിൽ വ്യത്യസ്തം. ഇഷ ചിന്തിച്ചു. പുള്ളിക്കാരി കന്യാസ്ത്രീയായെന്നറിഞ്ഞപ്പം അങ്കിളിന് വലിയ മനോവിഷമമായി. ചെന്നൈയിലായിരുന്നു അന്ന് ജോലി. നാട്ടിൽ ലീവിന് വന്നപ്പോഴാ സംഭവം അറിഞ്ഞത്. പിന്നെ തിരിച്ചു പോയില്ല. കുറെ നാൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാതെ വട്ടി പിടിച്ചതുപോലെ ഇരുന്നു. പിന്നെ നോർമലായത്. കെട്ടിന്റെ കാര്യം പറഞ്ഞാ വയലന്റ് ആവും. പക്ഷെ ആള് വലിയ സൗമ്യനാ. എന്നെ വലിയ ഇഷ്ടവുമാ. വായിച്ച നോവലുകളുടെയും കണ്ട സിനിമകളുടെയും കഥ പറഞ്ഞു തരാറുണ്ട് എനിക്ക്. അന്ന് രാത്രിയിൽ ഇഷ വളരെ നേരം ഉറക്കം വരാതെ ചിന്തിച്ചു കിടന്നു. ജസ്മിയുടെ റൂംമേറ്റ് ആയിട്ടുള്ള പാർപ്പ് അപകടപരമാണ്. അരുൺ തോമസിന്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ താൻ ശ്രുതി അരവിന്ദല്ലെന്നും ഇഷ അരവിന്ദാണെന്നുമുള്ള സത്യം വെളിവാകും. ജസ്മി അതറിഞ്ഞാൽ അവൾക്ക് ആ രഹസ്യം അധികനാൾ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആൾമാറാട്ടം നടത്തി ഹോസ്റ്റലിൽ അഡ്മിഷൻ തരപ്പെടുത്തി എന്നറിഞ്ഞാൽ സിസ്റ്റർ സിസിലി ക്ഷമിക്കുകയുമില്ല. ഉടൻ പുറത്താക്കും. കൃഷ്ണനുണ്ണിയും സബിതയും ഡോക്ടർ ദർശനെയും അതറിയുമ്പോൾ പാടില്ല. ഇഷ അരവിന്ദന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു കറുത്ത അധ്യായമുണ്ടെന്നതിന് ഒരു തെളിവും അവശേഷിക്കരുത്. എത്രയും വേഗം ഈ ഹോസ്റ്റലിൽ നിന്ന് താമസം മാറണം. ജസ്മിയുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം. 2 മാസം ഒളിച്ചു നടന്നാൽ പിന്നെ അവളെ പേടിക്കേണ്ട. അവൾ കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങും. പിന്നെ അരുൺ തോമസിനെ ടൗണിൽ വെച്ച് യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടിയാലും കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ജസ്മി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ സബിതയെ ഇഷ വിളിച്ചു. ബെല്ലടിച്ചു എന്നതല്ലാതെ സബിതയെ കിട്ടിയില്ല. അവൾ ക്ലാസ്സിലായിരിക്കുമെന്ന് ഇഷ ഊഹിച്ചു. അവൾ ഉടൻ തന്നെ കൃഷ്ണനുണ്ണിയുടെ നമ്പർ എടുത്ത് വിളിച്ചു.
ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് അയാൾ കോൾ എടുത്തത്. ഹലോ, ഞാൻ ശ്രുതിയാണ്. മനസ്സിലായി, പറഞ്ഞോളൂ. തന്റെ നമ്പർ കൃഷ്ണനുണ്ണി സേവ് ചെയ്തിരിക്കുന്നു. അവൾക്ക് ആശ്ചര്യം തോന്നാതിരുന്നില്ല. ബിസിയാണോ? അവൾ തിരക്കി. അല്ല, ഐ ആം ഫ്രീ. ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. എനിക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന് താമസം മാറിയ കൊള്ളാമെന്നുണ്ട്. എന്തുപറ്റി? എന്തെങ്കിലും അസൗകര്യമുണ്ടോ അവിടെ? അയാളുടെ സ്വരത്തിലുണ്ടായിരുന്ന ഉത്കണ്ഠ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അസഹനീയമായ ഏകാന്തത. ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അതിന്റെ മടുപ്പ്. വേറെ ഏത് ഹോസ്റ്റലിലേക്ക് മാറിയാലും ഇത് തന്നെയായിരിക്കില്ലേ അവസ്ഥ? അവൾ പ്രതീക്ഷിച്ച പ്രതികരണം തന്നെ അയാളിൽ നിന്നുണ്ടായി. അതെ, വേറെ ഹോസ്റ്റലിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേയിങ് ഗസ്റ്റായിട്ട് ഏതെങ്കിലും വീട്ടിൽ താമസിക്കാൻ സൗകര്യം കിട്ടിയാൽ. അവിടെ എപ്പോഴും ഏതെങ്കിലും കുടുംബാംഗങ്ങൾ കാണുമല്ലോ, അവൾ പറഞ്ഞു. ഞാൻ അന്വേഷിക്കാം. പക്ഷേ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. തുറന്നു പറയട്ടെ, പുരുഷന്മാരുള്ള വീടുകളിൽ ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ താമസിപ്പിക്കാൻ അവിടുത്തെ സ്ത്രീകൾ സമ്മതിക്കാൻ മടിക്കും. എങ്കിലും ഞാൻ ശ്രമിക്കാം, അയാൾ അവളെ ആശ്വസിപ്പിച്ചു. എന്തായാലും ഇവിടത്തെ താമസം 2 ദിവസം കൊണ്ട് എനിക്ക് മടുത്തു. സാരമില്ല, നമുക്ക് വേറെ മാർഗം കണ്ടുപിടിക്കാം. സബിത ടീച്ചറിനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. കിട്ടാത്തത് കൊണ്ടാണ്. അതിനെന്താ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ശ്രുതിക്ക് എന്നെ വിളിക്കാം. താങ്ക് യു. അവൾ കോൾ കട്ട് ചെയ്തു. സൗമ്യമായ സ്വഭാവവും ക്ഷമാശീലവുമുള്ള ആളാണ് കൃഷ്ണനുണ്ണി എന്ന് ഇഷയ്ക്ക് തോന്നി. സഹായിക്കാൻ സന്മനസ്സുള്ളവനാണ്. ഉച്ചയായപ്പോൾ സബിത അവളെ വിളിച്ചു. ചേച്ചിയെ ഞാൻ വിളിച്ചത്, അവൾ പറയാൻ ആരംഭിച്ചു. മനസ്സിലായി. ഉണ്ണിയേട്ടൻ എന്നെ കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്തായാലും ഒരാഴ്ച ശ്രുതി ശ്രമിക്കൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാം. അതു മതി. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരി ചേച്ചി. സബിതയും നല്ല സ്വഭാവ ഗുണമുള്ള സ്ത്രീയാണ്. താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ കൃഷ്ണനുണ്ണിയും സബിതയുമാണ് ഏറ്റെടുക്കാൻ പോകുന്നതെങ്കിൽ അക്കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠയും വേണ്ട. അതിനെ അവർ പൊന്നുപോലെ വളർത്തു. ജസ്മി പറഞ്ഞതുപോലെ ഞായറാഴ്ച വൈകുന്നേരം 4 മണിയായപ്പോൾ അരുൺ തോമസ് ഹോസ്റ്റലിൽ വന്നു. സന്ദർശകരെ സ്വീകരിക്കാനുള്ള പാർലറിലേക്ക് അവൾ പോയി. ജസ്മി ഉടൻ തിരിച്ചു വരുമെന്ന് ഇഷ ഊഹിച്ചു. അത് കാരണം അവൾ മയക്കം നടിച്ചു കിടന്നു. പ്രതീക്ഷിത പോലെ അല്പനേരം കഴിഞ്ഞപ്പോൾ ജസ്മി കയറി വന്നു. ചേച്ചി. അവൾ കണ്ണുകൾ തുറന്നു നോക്കി. അരുണങ്കൾ വന്നിട്ടുണ്ട്, വാ പരിചയപ്പെടാം. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അങ്കിളിനോട് പറഞ്ഞാൽ മതി. ആരെയും സോപ്പിട്ട് കയ്യിലെടുക്കാൻ എടുക്കാനാ. ഇന്ന് വേണ്ട ജസ്മി, നല്ല സുഖം തോന്നുന്നില്ല. അടുത്ത ആഴ്ച വരുമ്പോഴാകട്ടെ. അവൾ ഒഴിഞ്ഞു. എന്നാൽ അത് മതി. ചേച്ചിയെക്കുറിച്ച് ഞാൻ അങ്കിളിനോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ റൂംമേറ്റിനെ പരിചയപ്പെടാൻ അങ്കിളിന് ആഗ്രഹമുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവം അങ്കിളിൻ്റേത്. ആളൊരു ശുദ്ധനാ. മനസ്സിനിണങ്ങിയവരെ കിട്ടിയാൽ വാദോരാതെ സംസാരിക്കൂ. അതുമാത്രമേ നെഗറ്റീവായി പറയാനുള്ളൂ. ചിരിച്ചുകൊണ്ട് ജസ്മി പോയി. തൽക്കാലം അരുൺ തോമസിൽ നിന്ന് രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് വൈകുന്നേരം ഇഷയെ കാണാൻ കൃഷ്ണനുണ്ണിയും സബിതയും വന്നു. ഞങ്ങൾ കുറെ അന്വേഷിച്ചു. ശ്രുതിക്ക് താമസിക്കാൻ പറ്റിയ ഒരിടവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണനുണ്ണി പറഞ്ഞു, പല വീടുകളുമുണ്ട്. പക്ഷേ ഒറ്റയ്ക്കൊരു പെണ്ണ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പിന്മാറുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാലം അങ്ങനത്തെയല്ലേ, സബിത ന്യായീകരിച്ചു. അല്പനേരം 3 പേരും നിശബ്ദരായി അവരവരുടെ ചിന്തകളിൽ മുഴുകി. ഒടുവിൽ ഇഷ തലയുയർത്തി. നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാമോ? എനിക്ക് ഒരു മുറി കിട്ടിയാൽ മതി, അവൾ പറഞ്ഞു. പക്ഷേ അത്... സബിത സംശയത്തോടെ കൃഷ്ണനുണ്ണിയുടെ നേരെ നോക്കി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ പാഴ്സൽ മേടിക്കാം. കൃഷ്ണനുണ്ണിയുടെ പ്രതികരണത്തിനായി അവൾ മുഖത്തേക്ക് നോക്കി. വീട്ടിൽ എന്റെ ഫാദറും മദറുമുണ്ട്. പിന്നെ സബിതയും ഞാനും. ശ്രുതിക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം താമസിക്കാം. കൃഷ്ണനുണ്ണിയുടെ മറുപടി കേട്ടപ്പോൾ ഇഷയുടെ മുഖത്ത് ആശ്വാസഭാവം പരന്നു. ചേച്ചി എന്തു പറയുന്നു? അവൾ സബിതയുടെ നേർക്ക് തിരിഞ്ഞു. എനിക്കും സമ്മതം തന്നെ. സബിത ഒന്ന് ചിരിച്ചു. അതൊരു വിളറിയ ചിരിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ നിന്ന് വരാൻ തയ്യാറാണ്, ഇഷ ആഗ്രഹം അറിയിച്ചു. നാളെ വേണ്ട. ഒരു പരിചയവുമില്ലാത്തൊരു കുട്ടിയെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ അത് അച്ഛനും അമ്മയ്ക്കും സംശയമുണ്ടാക്കും. സത്യം പറയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയണം. അതിന് 2-3 ദിവസത്തെ സാവകാശം വേണം, അയാൾ പറഞ്ഞു. മനസ്സിലായെന്ന മട്ടിൽ അവൾ മെല്ലെ തലകുലുക്കി. എന്നെക്കുറിച്ച്
പേടിയൊന്നും വേണ്ട. അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടില്ല ഞാൻ. നിങ്ങൾക്കാർക്കും ഒരു ശല്യമാകത്തുമില്ല. ഞാനെന്നൊരു വ്യക്തി അവിടെയുണ്ടെന്ന് തോന്നുക പോലും ചെയ്യില്ല. സബിത കേൾക്കാൻ വേണ്ടിയാണ് അവൾ കൃഷ്ണനുണ്ണിയോട് സംസാരിച്ചത്. സബിതയ്ക്ക് ആശങ്കകളുണ്ടെങ്കിൽ അത് മാറട്ടെ എന്നായിരുന്നു ഉദ്ദേശം. ഏയ്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അയാൾ ചിരിച്ചു. അല്പനേരം കൂടി അവിടെ ചെലവഴിച്ചിട്ടാണ് അവർ പോകാനിറങ്ങിയത്. നാളെയോ മറ്റന്നാളോ ഞാൻ വിളിക്കാം. ശരി. ഇഷ തലകുലുക്കി. കോൺവെന്റിന്റെ കൂറ്റൻ ഗേറ്റ് കടന്ന് കാർ റോഡിലേക്കിറങ്ങി. ആലോചനയില്ലാതാ ഉണ്ണിയേട്ടൻ അത് സമ്മതിച്ചത്. പെട്ടെന്ന് സബിത പറഞ്ഞു, ശ്രുതിയെ വീട്ടിൽ താമസിപ്പിക്കുന്ന കാര്യമാണോ? അതെ. അച്ഛനോടും അമ്മയോടും എന്തു പറയും? കള്ളക്കഥ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ തന്നെ അത് പിന്നീട് പൊളിഞ്ഞാൽ അവർ നമ്മളോട് ക്ഷമിക്കുമോ? അയാൾ ഒന്നും മിണ്ടിയില്ല. അതുമാത്രമല്ല, 3 മാസം കഴിഞ്ഞാൽ സുദീപ് വരും. ഉടൻ അവന്റെ കല്യാണം നടക്കും. ജയസുധയ്ക്ക് ഇഷ്ടപ്പെടുമോ അമ്മയായ ഒരു പെണ്ണ് വീട്ടിലുണ്ടാവുന്നത്? അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചോളാം. ആ കഥ തന്നെ സുദീപിനോടും ജയസുധയോടും പറയാം. അവരാരും നമ്മളെ അവിശ്വസിക്കുകയില്ല. കുറച്ച് റിസ്ക് എടുക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല സബിതേ. കാർ ഓടിക്കുന്നതിനിടയിൽ അവളുടെ നേരെ നോക്കാതെയാണ് അയാൾ സംസാരിച്ചത്. ദർശന പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നമുക്ക് കുട്ടികളുണ്ടാകാൻ വെറും 10% മാത്രമേ സാധ്യതയുള്ളൂ. അതായത് തീരെ പ്രതീക്ഷ വേണ്ടെന്നർത്ഥം. അഡോപ്ഷന് വേണ്ടി ബുക്ക് ചെയ്താൽ തന്നെ 3-4 വർഷം കാത്തിരിക്കേണ്ടി വരും. ഒടുവിൽ കിട്ടുന്ന കുഞ്ഞിനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്വീകരിക്കേണ്ടി വരും. അയാൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് സബിതയ്ക്ക് തോന്നി. ശ്രുതിയെ കണ്ടാൽ എന്റെ പെങ്ങളാണെന്നോ നിന്റെ അനുജത്തിയാണെന്നോ ആരും പറയും. അവളുടെ വയറ്റിൽ പൊടിച്ച ജീവന്റെ ഉത്തരവാദിത്തയും കാണാൻ അത്ര മോശമൊന്നായിരിക്കില്ല. എന്ന് വെച്ചാൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ നമ്മൾ വളർത്തിയാൽ അത് നമ്മുടെ കുഞ്ഞാണെന്നേ ആരും വിശ്വസിക്കൂ. ഉണ്ണിയേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കെന്തോ ഒരു പേടി, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിഞ്ഞാലോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകണമെന്ന്. ഹോസ്റ്റൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവൾ നാളെ തന്നെ സ്ഥലം കാലിയാക്കിയെന്ന് വരും. അവൾ നാട് വിട്ടുപോയാൽ നമ്മുടെ സ്വപ്നമാണ് പൊലിയുന്നത്. ആ ഓർമ്മയിൽ സബിത ഞെട്ടി. അവൾ പാരവശ്യത്തോടെ കൃഷ്ണനുണ്ണിയുടെ കൈത്തണ്ടയിൽ കൈവച്ചു. ഞാനതൊന്നും ഓർത്തില്ല ഉണ്ണിയേട്ടാ. എത്തിയവർ. അയാൾ കാറിന്റെ വേഗം കുറച്ച് റോഡരികിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. സന്ധ്യയാവുകയായിരുന്നു അപ്പോൾ. ചോദ്യഭാവത്തിൽ സബിത അയാളെ നോക്കി. ഞാനൊരു കഥ പറയട്ടെ? അയാൾ ചോദിച്ചു. എന്ത് കഥ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിനക്ക് സുരഭി എന്നൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നില്ലേ? 1 കൊല്ലം മുമ്പ് തിരുനക്കര അമ്പലത്തിൽ വെച്ച് ഒരു ബന്ധുവിന്റെ മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നപ്പോൾ അവൾ നമ്മുടെ വീട്ടിലും വന്നല്ലോ. അതെ, അവളുടെ അനുജത്തിയാണ് ശ്രുതി. മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാളെ തുറച്ചു നോക്കി. നമ്മൾ അച്ഛനോടും അമ്മയോടും പറയാൻ പോകുന്ന കഥയാണിത്. എല്ലാം കഴിഞ്ഞപ്പോൾ സംഗതി കൊള്ളാമെന്ന് അവൾക്ക് തോന്നി. തൽക്കാലം അവളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നു. 2-3 മാസത്തിനകം നമുക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. എങ്കിൽ കുഴപ്പമില്ല, അവൾ സമ്മതിച്ചു. അവർ ചെന്നപ്പോൾ വിശ്വനാഥ പിള്ളയും സൗദാമിനി അമ്മയും സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. എന്താ മോളെ ഇത്ര താമസിച്ചേ? സ്കൂളിൽ നിന്നിറങ്ങാൻ വയ്യോ? സൗദാമിനി അമ്മ ചോദിച്ചു. സ്കൂളിൽ നിന്ന് പതിവ് സമയത്ത് തന്നെ ഇറങ്ങിയമ്മേ. ഞങ്ങൾ 2 പേരും കൂടി ഇവിടെയുള്ള ലേഡീസ് ഹോസ്റ്റലുകൾ കയറി ഇറങ്ങുമായിരുന്നു. കൃഷ്ണനുണ്ണിയാണ് മറുപടി പറഞ്ഞത്. അയാൾ അമ്മയുടെ അടുത്തിരുന്നു. അതെന്തിനാ ലേഡീസ് ഹോസ്റ്റലിൽ പോയത്? വിശ്വനാഥ പിള്ള തിരക്കി. ഇവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, സുരഭി. കോളേജിൽ ഒന്നിച്ചു പഠിച്ചതാ. സുരഭിയുടെ അനിയത്തിക്ക് താമസിക്കാൻ ഒരു റൂം വേണമെന്ന് വിളിച്ചു പറഞ്ഞു. എന്താ, ആ കുട്ടിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വല്ലതായോ? ശ്രുതിക്ക് ജോലിയൊന്നുമില്ലമ്മേ. അവളുടെ ഹസ്ബൻഡ് ദുബായിലാണ്. അവരിവിടെ ചവിട്ടുവരിയിൽ വീട് വെക്കാൻ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഉടൻ പണി തുടങ്ങും. കോൺട്രാക്ടറെ പണി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മേൽനോട്ടത്തിന് ആരെങ്കിലും വേണ്ടായോ? ശ്രുതിക്ക് ഇവിടെ വന്ന് താമസിക്കാനാ? സബിത പറഞ്ഞു. 4 ഹോസ്റ്റലിൽ പോയി, 4 റൂം പോയിട്ട് ഒരു ബെഡ് പോലും ഒഴിവില്ല. ഞാൻ പറഞ്ഞു, പണി തീരുന്നത് വരെ ശ്രുതി ഇവിടെ താമസിക്കട്ടെ. മുകളിൽ 2-3 മുറികൾ വെറുതെ കിടക്കുവല്ലേ. പക്ഷേ ഇവൾ സമ്മതിക്കുന്നില്ല. കൃഷ്ണനുണ്ണി അവളെ കുറ്റപ്പെടുത്തി. അത് ശരിയാവത്തില്ലമ്മേ. ശ്രുതി പാവമാ, എനിക്കറിയാം അവളെ. എന്നാലും വെളിയിൽ നിന്നൊരാൾ ഇവിടെ താമസിക്കാൻ വന്നാൽ നമ്മുടെ പ്രൈവസി ഇല്ലാതാകില്ലേ? സബിത ന്യായീകരിച്ചു. അതൊന്നും സാരമില്ല, 2-3 മാസം കൊണ്ട് വീട് പണി കഴിയത്തില്ലേ? ആ കുട്ടി ഇവിടെ താമസിച്ചോട്ടെ, വിശ്വനാഥ പിള്ള പറഞ്ഞു. ശരിയാ, ആ കുട്ടി വന്നാൽ ഞങ്ങൾ വയസ്സിനും വയസ്സിക്കും മിണ്ടിപ്പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടായല്ലോ. നിങ്ങൾ 2 പേരും രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വരുമ്പം ഒരു നേരമാകില്ലേ? അച്ഛനെ
അമ്മ പിന്തുണച്ചു. നാളെ തന്നെ ഒരു റൂം വൃത്തിയാക്കിയിട്ട് സബിതേ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ. കൃഷ്ണനുണ്ണി നിർദ്ദേശം കൊടുത്തു. എന്നാൽ ഞാൻ സുരഭിയെ വിളിച്ചു പറയാം. ശ്രുതി വന്നോട്ടെ. കുറച്ച് ചായ ഉണ്ടാക്കും മോളെ, നല്ല കടുപ്പം വേണം, വിശ്വനാഥ പിള്ള പറഞ്ഞു. ഹാൻഡ് ബാഗ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് സബിത അടുക്കളയിലേക്ക് പോയി. കൃഷ്ണനുണ്ണി പിന്നാലെ ചെന്നു. ഇത്രയേ ഉള്ളൂ അച്ഛനും അമ്മയും, മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞു. എന്നാലും എനിക്കെന്തോ പേടി. തൽക്കാലം ഇതേയുള്ളൂ മാർഗം. ഇനി അതേക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട. രാത്രിയിൽ ദർശനയെ വിളിച്ച് സബിത പുതിയ സംഭവവികാസത്തെക്കുറിച്ച് പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്ന് അവൾ മാറുന്നത് തന്നെ നല്ലത്. വീട്ടിലാകുമ്പോൾ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ അമ്മ ബാലൻസ്ഡ് ഫുഡ് കഴിച്ചേ പറ്റൂ. അതോടെ സബിതയുടെ മനസ്സിലെ അവസാനത്തെ ആശങ്കയും ഒഴിഞ്ഞുപോയി. ഉറങ്ങാനായി ബെഡ് വിരിക്കുമ്പോഴാണ് ഇഷയുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. ജമുനയായിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ വിളിച്ചത് സബിതയായിരുന്നു. എന്താ ചേച്ചി? ഇവിടെ ഓക്കെയാണ്. നാളെ കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും ശ്രുതിക്ക് ഇങ്ങോട്ട് വരാം. താങ്ക് യു ചേച്ചി. അച്ഛനെയും അമ്മയെയും ഒരു കള്ളക്കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരി സുരഭിയുടെ അനുജത്തിയാണെന്നാ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടിലായി അല്ലേ? ഏയ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ജസ്മി ഉറങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. എന്റെ ചേച്ചിയെ വിളിച്ച് മൊബൈൽ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഇഷ പറഞ്ഞു. എവിടെയാ ചേച്ചി? നാട്ടിലാ. എനിക്കിവിടെ ഹോസ്റ്റലിൽ അക്കോമഡേഷൻ കിട്ടിയ കാര്യം ചേച്ചിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാ ചേച്ചി പറയുന്നേ ഇവിടെ ഒരു കൂട്ടുകാരി താമസമുണ്ടെന്ന്. ഇവിടെ ഏത് സ്ഥലത്താണ്? ജസ്മി ചോദിച്ചു. അത് ചോദിച്ചില്ല. ചേച്ചി അപ്പം തന്നെ കൂട്ടുകാരിയെ വിളിച്ചു. അവരുടെ വീട്ടിൽ ചെന്ന് താമസിക്കാതെ ഞാൻ ഹോസ്റ്റലിൽ റൂം എടുത്തതിന് ചേച്ചിയെ ഒത്തിരി വഴക്കു പറഞ്ഞെന്ന്. ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാൻ അവർ വന്നേക്കും. ചേച്ചി പോകുമോ? ഉത്കണ്ഠയോടെ ജസ്മി ചോദിച്ചു. നിർബന്ധിച്ചാ പോകേണ്ടി വരും. കാരണം എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് സബിത ചേച്ചിയും. ജസ്മി പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾക്ക് നിരാശയായി കാണുമെന്ന് ഇഷയ്ക്ക് തോന്നി. പിറ്റേന്ന് ജസ്മി പോയി കഴിഞ്ഞപ്പോൾ അവൾ ജമുനയെ വിളിച്ചു. എന്തായി കാര്യങ്ങൾ? അരുൺ തോമസിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയും തെളിഞ്ഞു കിട്ടിയോ? ജമുന ചോദിച്ചു. കിട്ടി. ഞാൻ ചോദിച്ചു. അവർ സമ്മതിച്ചു. മനസ്സിലായില്ല. കൃഷ്ണനുണ്ണിയുടെ വീട്ടിലേക്ക് നാളെയോ മറ്റന്നാളോ താമസം മാറുന്നു. ജമുന ഒരു നിമിഷം നിശബ്ദയായി. അവൾക്ക് വിശ്വാസം വന്നു കണ്ടില്ല. നീ എന്ത് ചോദിച്ചാലും പാവങ്ങൾ സമ്മതിക്കും. അവർ ഇപ്പോൾ നിന്റെ പിടിയിലാണല്ലോ. അങ്ങനെയല്ല ജമുന. എന്റെ ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ സമ്മതിച്ചത്. വെറുതെ അല്ലല്ലോ. നിധി കിട്ടും പോലെ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടാൻ പോവല്ലേ? പേറ്റുന്നവു പോലും അറിയാതെ ഇഷ പറഞ്ഞു. എനിക്കിപ്പോ നിന്നെയാ പേടി. അതെന്താ? നിനക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടും. ഒടുവിൽ പൊടിയും തട്ടി നീ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് സ്ഥലം വിടും. ഇല്ല ജമുന, നിനക്കറിയാമല്ലോ എന്റെ സ്വഭാവം. എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഞാൻ അത് സ്വീകരിക്കുകയില്ല. ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. ഒടുവിൽ അതിന്റെ അച്ഛൻ വന്ന് 2 കൈ നീട്ടിയാലോ? കാർക്കിച്ചു തുപ്പു ഞാൻ. ഇഷ നിന്ന് കിതച്ചു. വീഴാതിരിക്കാനായി അവൾ ഭിത്തിയിലേക്ക് ചാരി. കോൺവെന്റിലെ പറമ്പിൽ വളർന്നു നിൽക്കുന്ന പപ്പായ മരത്തിൽ നിന്ന് ഒരു സിസ്റ്ററും ജോലിക്കാരി പെണ്ണും കൂടി തോട്ടി ഉപയോഗിച്ച് പപ്പായ പറിക്കുന്നത് ജനാലയിലൂടെ അവൾ കണ്ടു. ഇന്നലെ സിറിൽ എന്നെ വിളിച്ചിരുന്നു. ജമുന പറഞ്ഞു. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചോ? പക്ഷെ ഞാൻ പറഞ്ഞില്ല. അവൻ നാളെ ബാംഗ്ലൂരിലെത്തും. ഞാൻ എവിടെയാണെന്ന് ഒരു കാരണവശാലും പറയരുത്. ഇല്ല, എന്റെ പുതിയ നമ്പർ കൊടുക്കരുത്. നമ്മൾ തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നാണ് ഞാൻ അവനോട് പറഞ്ഞത്. നിന്റെ പഴയ നമ്പറിൽ കുറെ വിളിച്ച ശേഷമാണ് എന്നെ വിളിച്ചത്. എനിക്ക് ആരുടെയും കാര്യങ്ങൾ അറിയണ്ട. നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. നിന്നെ മാത്രം. ഞാൻ നാളെ വിളിക്കാം. കോള് കട്ട് ചെയ്തിട്ട് അവൾ അല്പനേരം പുറത്തേക്ക് നോക്കി നിന്നു. പറമ്പിൽ നിന്ന് കന്യാസ്ത്രീയും ജോലിക്കാരിയും അപ്രത്യക്ഷരായിരിക്കുന്നു. പിറ്റേന്ന് രാവിലെയാണ് സിസ്റ്റർ സിസിലിയോട് ഹോസ്റ്റൽ വിടുന്ന കാര്യം അവൾ സംസാരിച്ചത്. എങ്കിൽ പിന്നെ ഇങ്ങോട്ടെന്തിനാ വന്നത്? 2-3 ദിവസത്തേക്ക് നേരത്തെ ആകാമായിരുന്നില്ലേ ആ വീട്ടിലേക്ക് പോകൽ? ഈർഷ്യയുണ്ടായിരുന്നു സിസ്റ്ററിന്റെ സ്വരത്തിൽ. അത് സ്വാഭാവികം. വലിയ റെക്കമെൻഡേഷന്റെ പുറത്ത് ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുത്ത് 3-ാം ദിവസം മടങ്ങിപ്പോവുക. ആർക്കായാലും ദേഷ്യം വരും. സോറി സിസ്റ്റർ, ഇങ്ങനെയൊരു സൗകര്യമുണ്ടെന്ന് ഇന്നലെയാണ് അറിഞ്ഞത്. 3 ദിവസമേ താമസിച്ചുള്ളൂവെങ്കിലും 15 ദിവസത്തെ റെന്റ് തരേണ്ടി വരും. ഇവിടെ അങ്ങനെയാണ് റൂൾ. ആയിക്കോട്ടെ, വിരോധമില്ല.
എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതി എന്നായിരുന്നു അവൾക്ക്. പിറ്റേന്ന് ഉച്ചയായപ്പോൾ കൃഷ്ണനുണ്ണിയും സബിതയും കോൺവെന്റിലെത്തി. അവർ വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതിനാൽ സൂട്ട്കേസിലും ബാഗിലും സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇഷ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ബാഗും സൂട്ട്കേസും എടുത്ത് കൃഷ്ണനുണ്ണി കാറിൽ വെച്ചു. കാറിനടുത്തേക്ക് സബിതയും ഇഷയും ചെന്നു. ശ്രുതിയോട് ഇനി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഹോസ്റ്റലിന്റെ വെളിയിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് അയാൾ അവളെ അഭിമുഖീകരിച്ചു. ഞാൻ നേരത്തെ അറിയിച്ചിരുന്നല്ലോ, ശ്രുതിയുടെ പെരുമാറ്റത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയവും ഉണ്ടാകരുത്. ഇല്ല, ഹസ്ബൻഡിനെ കുറിച്ച് അവർ ചോദിച്ചെന്നിരിക്കും. ദുബായിൽ എഞ്ചിനീയറെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വീടിന്റെ പണിയുടെ മേൽനോട്ടം വഹിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അവൾ തലകുലുക്കി. ഇപ്പോൾ ശ്രുതിയെ കണ്ടാൽ മാരീഡാണെന്ന് ആർക്കും തോന്നുകയില്ല. പക്ഷേ വിവാഹിതയും ഗർഭിണിയുമാണ് ശ്രുതി എന്നാണ് അവരുടെ അറിവ്. സബിത ഓർമ്മപ്പെടുത്തി. അറിയാം. പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് വൃത്താകൃതിയിലുള്ള ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് എടുത്ത് കൃഷ്ണനുണ്ണി അവളുടെ നേർക്ക് നീട്ടി. ഇത് വാങ്ങൂ. ഇഷ അത് വാങ്ങി തുറന്നു നോക്കി. നീളമുള്ള ഒരു സ്വർണ്ണ ചെയിനായിരുന്നു അത്. അറ്റത്ത് ആലിലാകൃതിയിലുള്ള ഒരു താലിയും. ശ്രുതി അത് കഴുത്തിലിടൂ, സബിത പറഞ്ഞു. ഇഷയുടെ ശരീരം അറിയാതെ ഒന്ന് വിറകൊണ്ടു. അവൾ കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.